ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 30-31 വാക്യങ്ങൾ പ്രാരംഭമായിട്ട് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 19 വേഴ്സ് 30 and 31. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കാര്യമില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചുകൊണ്ടുവരിക. അഴിക്കുന്നത് എന്തെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുന്നത് അയക്കപ്പെട്ടവർ പോയി ഞങ്ങളോട് പറഞ്ഞതുപോലെ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടയവർ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്തെന്ന് ചോദിച്ചിട്ടില്ല. കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്നാണ് നോക്കാം. അതെ, അവിടെ ഈ ഒരു അധ്യായത്തിലെ ചിത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അവസാനത്തെ യെരുശലേമിലേക്കുള്ള യാത്രയിലാണ്. 19-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിൽ നാം 19-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ കാണുന്നു, അവൻ എരിഹോവിലെത്തി. കർത്താവായ യേശു ക്രിസ്തു എരിഹോവിലെത്തി. അവിടെ നിന്ന് താൻ ക്രൂശിക്കപ്പെടുവാനായിട്ടുള്ള യെരുശലേമിലേക്കുള്ള അവസാനത്തെ തൻ്റെ യാത്രയാണ് നാം ഇവിടെ കാണുന്നത്. അവൻ എരിഹോവിലെത്തിയപ്പോൾ ഈ അധ്യായത്തിൻ്റെ ഒരു രത്നചുരുക്കം ഞാൻ പറയാം, എന്നിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവൻ എരിഹോവിലെത്തിയപ്പോൾ 19-ാം അധ്യായം അതിൻ്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത് സക്കായി എന്നുള്ള പേരുള്ള കുറിയവനായ മനുഷ്യനെ താൻ വിളിക്കുന്നതായിട്ടുള്ള വേദഭാഗമാണ് നാം ആദ്യത്തെ വേദഭാഗത്തിൽ കാണുന്നത്. നമുക്കത് ഏവർക്കും വളരെ പരിചയമുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് 11-ാം വാക്യം ശ്രദ്ധിക്കുക. 11-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ യെരുശലേമിനെ സമീപിച്ചിരിക്കുകയാലും. അപ്പോൾ ഇവൻ കർത്താവായ യേശു ക്രിസ്തു എരിഹോവിൽ നിന്ന് യെരുശലേമിലേക്ക് സമീപിക്കുന്ന ഒരു ചരിത്ര സംഭവമാണ് തുടർന്ന് സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ യെരുശലേമിനോട് സമീപിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു ചിന്ത വന്ന് കർത്താവായ യേശു ക്രിസ്തു അവരോടൊരു ഉപമ പറയുന്നതാണ് നാം തുടർന്നുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. ആ ഉപമ 10 ദാസന്മാരെ വിളിച്ച്, 13-ാമത്തെ വാക്യം, 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തു. ഞാൻ വരുവോളം വ്യാപാരം ചെയ്തു കൊള്ളുവീൻ എന്ന് പറഞ്ഞു. നമുക്കറിയാം അതിൻ്റെ പറയുന്ന ആ ഉപമയുടെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാം. അതിൽ ഒന്നാമത്തവൻ അത് 10 റാത്തൽ കൂടെ അവൻ വ്യാപാരം ചെയ്തുണ്ടാക്കി, അവനെ 10 പട്ടണത്തിന് അധിപതിയാക്കി. മറ്റൊരുവൻ 5 റാത്തൽ കൂടി അവൻ അതിൽ നിന്നുണ്ടാക്കി, അവനെ 5 പട്ടണത്തിന് അധിപതിയാക്കി. എന്നാൽ മൂന്നാമത്തെ ഒരു വ്യക്തി 20-ാം വാക്യം, മറ്റൊരുവൻ വന്ന്, കർത്താവേ, ഇതാ നിന്റെ റാത്തൽ, ഞാൻ അത് ഉറുമാലിൽ കെട്ടിവെച്ചിരിക്കുന്നു. നീ വെക്കാത്തടുത്ത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനാകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അവന് കർത്താവ് അവൻ ആ വ്യാപാരം ചെയ്യാത്തത് കൊണ്ട് അവൻ്റെ ആ 1 താലന്ത് അല്ലെങ്കിൽ 1 റാത്തൽ 10 റാത്തലുള്ളവന് കൊടുക്കുന്ന ആ ചിത്രമൊക്കെയും നാം കാണും. അതിനുശേഷം 28-ാം വാക്യത്തിൽ ഇത് പറഞ്ഞിട്ട് അവൻ മുൻപായി നടന്നുകൊണ്ട് യെരുശലേമിലേക്ക് യാത്ര ചെയ്തു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എരിഹോവിൽ നിന്ന് യെരുശലേമിലേക്കുള്ള യാത്ര ചെയ്യുന്ന ആ ഒരു രംഗമാണ് നാം ഇവിടെ കാണുന്നത്. അപ്പോൾ ആ യാത്രയിൽ അല്ലെങ്കിൽ ആ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു 2 പേരെ ആ എതിരെയുള്ള ഗ്രാമത്തിലേക്ക്, 2 ശിഷ്യന്മാരെ എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവാൻ പറയുന്നു. അതിൽ കടക്കുമ്പോൾ അതിൽ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ അവിടെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരുവീൻ എന്ന് കർത്താവ് പറഞ്ഞു. അതിനെ അഴിക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയണം. ആ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കാനായിട്ട് ഇടയായി തീർന്നു. അയക്കപ്പെട്ടവർ പോയപ്പോൾ അവിടെ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു. അതിനെ അഴിക്കുവാനായിട്ട് ശ്രമിച്ചു. അഴിക്കുവാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ ഉടയവർ വന്നു, എന്തിനാണ് അഴിക്കുന്നതെന്ന് ചോദിച്ചു. കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ കഴുതക്കുട്ടിയെ വിടുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ആ നിലയിലാണ് ആ ഒരു ചരിത്രം പോകുന്നത്. അത് നമുക്ക് ഏവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇവിടെ കർത്താവ് ആ കഴുതയെ വിളിച്ച ഒരു രംഗം, നമ്മുടെ ജീവിതം, നമ്മുടെ വിശ്വാസ ജീവിതം അത് വിലയുള്ള ഒരു വിശ്വാസ ജീവിതമാണ്. പലപ്പോഴും ലോക മനുഷ്യർ നോക്കുമ്പോൾ അതിൽ വലിയ വിലയൊന്നും കാണാറില്ലെങ്കിലും എന്നാൽ അത് ഏറ്റവും വിലയേറിയ ഒരു വിശ്വാസ ജീവിതമാണ് നാം നയിക്കുന്നത്. അതിന് വിലയുള്ളതാക്കി തീർത്തിരിക്കുന്നതിൻ്റെ കാരണം നമ്മെ വിളിച്ചവൻ്റെ വിളി നിമിത്തമാണ് ആ വിശ്വാസ ജീവിതം വിലയുള്ളതായി തീർന്നത്. അപ്പോൾ ഞാനിന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് ആ വിളിയുടെ പ്രത്യേകതകൾ? നമ്മെ വിളിച്ച വിളിയുടെ പ്രത്യേകതകൾ എന്താണ്?
അത് എന്തുകൊണ്ടാണ് അതൊരു വിലയേറിയ വിളിയായിരിക്കുന്നത്? ആ വിളിയുടെ 2-3 പ്രത്യേകതകൾ ഈ ഒരു ഭാഗത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ഒരു കഴുതയാണ് താൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട് വിളിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സാധാരണ കഴുത എന്ന് പറഞ്ഞാൽ അത്ര ഒരു അംഗീകാരം, അല്ലെങ്കിൽ ഒരു രാജാവ്, നമുക്കറിയാം രാജാവ് എന്നുള്ള രീതിയിലാണ് അവൻ യെരുശലേമിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു രാജാവ് വരുന്നത് എപ്പോഴും ഒരു കുതിരപ്പുറത്താണ് പൊതുവെ ഒരു രാജാവ് വരാറുള്ളത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഒരു കഴുതയുടെ പുറത്താണ് ആ ഒരു യെരുശലേമിലേക്കുള്ള യാത്രയിൽ കടന്നു വരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ വിളിയുടെ പ്രത്യേകതകൾ എന്താണ്? ഒന്നാമതായിട്ട് 3 കാര്യം മാത്രം ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട്, ആരാണ് വിളിച്ചത് എന്നുള്ള ആ യഥാർത്ഥ ബോധ്യം നമുക്ക് ഏവർക്കും ഉണ്ടായിരിക്കണം. വിളിയുടെ 3 പ്രത്യേകതകൾ. ഒന്നാമതായിട്ട്, ആരാണ് വിളിച്ചത്? നമുക്കറിയാം ഇവിടെ കർത്താവായ യേശു ക്രിസ്തു. എന്തുകൊണ്ടാണ് വിളി ഇത്രമാത്രം പ്രത്യേകതയുള്ളതായിരിക്കുന്നത്? ഒരു സാധാരണ മനുഷ്യൻ ആ കഴുതയെ വിളിച്ചിരുന്നെങ്കിൽ ആ വിളിക്ക് അത്ര ഒരു പ്രത്യേകതയില്ല. എന്നാൽ ഇവിടെ വിളിച്ചത്, കർത്താവ് ആ കഴുതയെ വിളിച്ചത് കൊണ്ടാണ് ആ വിളി അത്രമാത്രം പ്രത്യേകതയുള്ളതായിരിക്കുന്നത്. നമ്മളുടെ ബന്ധത്തിൽ നാം ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ, നാം ഇന്ന് ആ ഒരു വിളി കേട്ട് അവൻ്റെ പിന്നാലെ പോയവരായിരിക്കുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നാം വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആ വിളി പ്രത്യേകതയുള്ളതായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മെ വിളിച്ചവൻ്റെ പ്രത്യേകതയാണ് നമ്മുടെ വിളി പ്രത്യേകതയുള്ളതായി തീർന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, കർത്താവായ യേശു ക്രിസ്തു വിളിച്ചവൻ, അവൻ ആരാണ് എന്ന് ഇവിടെ തന്നെ ആ വേദഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങൾ അടുത്തുള്ള ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടെ ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സർവജ്ഞാനി എന്നുള്ള കാര്യമാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. കാരണം നമുക്ക് ആർക്കും പറയുവാനായിട്ട് സാധിക്കുകയില്ല, അടുത്ത ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണും എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ ജ്ഞാനത്തിൽ നിന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ കർത്താവിന് കൃത്യമായിട്ട് അറിയാം, അടുത്ത ഗ്രാമത്തിലേക്ക് നിങ്ങൾ ചെല്ലുക, അവിടെ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നു, ആ കഴുതക്കുട്ടിയെ നിങ്ങൾ അഴിച്ചു കൊണ്ടുവരണം. അവനെ അഴിക്കുമ്പോൾ അവരുടെ ഉടയവർ ഒരുപക്ഷെ ചോദിക്കുമെന്നുള്ള കാര്യം പോലും കർത്താവിന് അറിയാമോ. അപ്പോൾ ഞാൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിച്ചത്, നമ്മെ വിളിച്ചത് ആരാണ് എന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഇവിടെ ഈ കഴുതയെ വിളിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ കർത്താവ് അവൻ സർവജ്ഞാനിയാണ് എന്നുള്ളത് അവിടെയുള്ള ആൾക്കാർക്കും, അതുമാത്രമല്ല ആ കഴുതയെ അഴിച്ചുകൊണ്ട് വരുവാൻ പോയ 2 പേർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ വിളിയോടുള്ള ബന്ധത്തിൽ ആ നിലയിൽ നമ്മെ വിളിച്ചവൻ അവൻ്റെ സ്വഭാവം എന്താണോ അതിനനുസരിച്ച് വേണം നമ്മുടെ ജീവിതവും ആയിരിക്കുവാനായിട്ട്. നമ്മെ വിളിച്ചവൻ അവൻ്റെ സ്വഭാവം എന്താണോ ആ നിലയിലായിരിക്കണം നമ്മുടെ ജീവിതവും ആയിരിക്കുവാനായിട്ട്. 1-2 വാക്യങ്ങൾ അതിനോട് ബന്ധിച്ച് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15-ഉം 16-ഉം വാക്യങ്ങൾ. അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുക. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് എഴുതിയിരിക്കുന്നു. അതെ, നാം അവിടെ കാണുന്നത്, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകും. അപ്പോൾ നിങ്ങളെ വിളിച്ച അവൻ ആരാണ്? അവൻ വിശുദ്ധനാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ നടപ്പിലും നിങ്ങൾ വിശുദ്ധരാകണം. അപ്പോൾ എന്തുകൊണ്ടാണ് നാം വിശുദ്ധരായി ജീവിക്കേണ്ടത്? കാരണം നമ്മെ വിളിച്ചവൻ ആരാണ്? അവൻ വിശുദ്ധനായതുകൊണ്ടാണ് നാം വിശുദ്ധരായി ജീവിക്കേണ്ടത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വിളിയുടെ 1-ാമത്തെ പ്രത്യേകത നമ്മെ വിളിച്ചവൻ ആരാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മെ വിളിച്ചവന്റെ പ്രത്യേകത എന്താണോ ആ പ്രത്യേകതയാണ് നമ്മുടെ വിളിയുടെ പ്രത്യേകത. അപ്പോൾ നമ്മുടെ വിളിച്ചവന്റെ സ്വഭാവം എന്താണോ ആ സ്വഭാവം നമുക്ക് ആയിത്തീരുവാനായിട്ടാണ് നമ്മെക്കുറിച്ച് ആ വിളി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളെ വിളിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, വിശുദ്ധനായിട്ടുള്ള ദൈവമാണ്. അത് എടുത്തു പറയുകയാണ് 16-ാം വാക്യത്തിൽ, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. സോ നിങ്ങളെ വിളിച്ചത് ആ വിശുദ്ധനായിട്ടുള്ള ദൈവമാണ്. അതുകൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിക്കേണ്ടിയ ആവശ്യമുണ്ട്. ഇതുപോലെ തന്നെ ഒരു വാക്യം കൂടെ വായിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം.
നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകും. അപ്പോൾ ഇത് ഒന്ന് രണ്ട് കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമ്മെ വിളിച്ചവൻ അവൻ പരിശുദ്ധനാണ്, അതുകൊണ്ട് നാം വിശുദ്ധിയുള്ളവരായിരിക്കണം. മാത്രമല്ല, ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവന്റെ വേറൊരു സ്വഭാവ ഗുണമാണ് അവൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ വിശ്വസ്തത, മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ ആ വിശ്വസ്തത പാലിക്കുവാൻ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ ആശയം എന്താണെന്ന് വെച്ചാൽ, നമ്മെ വിളിച്ചവൻ ആരാണോ അവന്റെ സ്വഭാവത്തിന് അനുസരണമായിട്ട് ജീവിക്കുവാൻ നമുക്ക് ഇടയായി തീരണം. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ മറ്റു സ്വഭാവങ്ങളൊക്കെയും ചിന്തിക്കുവാനായിട്ട് സാധിക്കും. അവൻ കരുണയുള്ളവനാണ്, അവൻ മനസ്സലിവുള്ളവനാണ്. നാമും ആ നിലയിൽ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ കരുണയുള്ളവരും മനസ്സലിവുമുള്ളവരായിരിക്കണം. അവൻ നീതിയുള്ള ദൈവമാണ്. ആ നിലയിലും നമ്മുടെ സ്വഭാവവും നമ്മുടെ ജീവിതവും നീതിയുള്ളതായിരിക്കണം. ആ നിലയിൽ ദൈവത്തിന്റെ സ്വഭാവം എന്താണോ, നമ്മെ വിളിച്ചവന്റെ സ്വഭാവം എന്താണോ, ആ സ്വഭാവത്തിന് അനുരൂപമായിട്ട് ജീവിക്കുവാനായിട്ട് നാം ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടതാണ്. ഇവിടെ കർത്താവ് കഴുതയെ വിളിക്കുമ്പോൾ അവന്റെ സ്വഭാവം വെളിപ്പെടുത്തിയാണ് വിളിക്കുന്നത് എന്ന് നാം ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായത്തിൽ കാണുവാനായിട്ട് ഇടയായിട്ട്. ഇതിനോട് ചേർന്ന് ഒന്ന് രണ്ട് കാര്യം കൂടി ചിന്തിച്ചു കൊള്ളട്ടെ. എന്തുകൊണ്ടാണ് നാം ആ നിലയിൽ അവന്റെ സ്വഭാവം അറിയേണ്ടത്, അല്ലെങ്കിൽ അവന്റെ സ്വഭാവത്തിന് അനുരൂപമായിട്ട് ജീവിക്കേണ്ട ആവശ്യം എന്താണ്? അതിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. നമ്മെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം. എന്തിനാണ് നമ്മെ വിളിച്ചത്? പത്രോസ് എഴുതിയ 1-ാം ലേഖനം, ഒരു മിനിറ്റ്, 1-ാം അധ്യായം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ പോഷിക്കാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകും. അതെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളെ വിളിച്ചത് എന്താണ്, എന്തിനു വേണ്ടിയാണ്? നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചത് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണ്. അപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വം, നിങ്ങളെ വിളിച്ചവൻ ആരാണോ അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം. അപ്പോൾ അവന്റെ സൽഗുണങ്ങളെ നമ്മുടെ ജീവിതത്തിലൂടെ നാം ഘോഷിക്കണമെങ്കിൽ അവന്റെ സൽഗുണങ്ങൾ എന്താണെന്ന് നാം അറിയണം. അവന്റെ സ്വഭാവം എന്താണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞാൽ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുവാനും അതുമൂലം അവന്റെ സ്വഭാവം, അവന്റെ സൽഗുണങ്ങളെ നമ്മുടെ ജീവിതത്തിലൂടെ ഘോഷിക്കുവാനായിട്ടും സാധിക്കുള്ളൂ. അപ്പൊ എന്തുകൊണ്ട് നാം അവനെ അറിയണം, നമ്മെ വിളിച്ചവനെ അറിയണം എന്നുള്ളതിന്റെ ഒന്നാമത്തെ ഉത്തരം, നാം വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കേണ്ടവരാണ്. അതുകൊണ്ട് നാം അവന്റെ സ്വഭാവം അറിയണം. രണ്ടാമതായിട്ട് എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എന്തുകൊണ്ട് നാം നമ്മെ വിളിച്ചവനെ അറിയണം? എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണം പൂർണ്ണവിനയത്തോടും സൗമ്യതയോടും. അതെ, തുടർന്ന് അത് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം. അപ്പോൾ നമ്മെ വിളിച്ചത്, ആ വിളിക്കൊരു യോഗ്യതയുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ എന്നെ അവിടെ വിളിച്ചാക്കിയിരിക്കുന്ന സ്ഥാപനത്തിനൊരു യോഗ്യതയുണ്ട്. ആ സ്ഥാപനത്തിന്റെ യോഗ്യതയ്ക്ക് താഴെ ഒന്നും ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. ആ നിലയിൽ അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മെ വിളിച്ചുവെങ്കിൽ അവന്റെ യോഗ്യതയ്ക്ക് താഴെയായിട്ട് നമുക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കില്ല. അതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം വേണം നിങ്ങൾ നടക്കുവാനായിട്ട്. അപ്പോൾ ആ നിലയിൽ അവന്റെ യോഗ്യത അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ യോഗ്യതയ്ക്ക് ഒത്തവണ്ണം നടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നാം ചിന്തിച്ചുകൊണ്ടിരുന്ന ഒന്നാമത്തെ വിഷയം, നാം നമ്മെ വിളിച്ചവൻ ആരാണോ അവനെ പറ്റി നന്നായിട്ട് അറിയണം. അവന്റെ വിളിയുടെ പ്രത്യേകതയാണ് നമ്മുടെ വിളിയുടെ ഒന്നാമത്തെ തന്നെ പ്രത്യേകത. ഒരുപക്ഷെ അവനെ വേണ്ടുവണ്ണം അറിഞ്ഞില്ല എങ്കിൽ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന, അതിനു മുന്നേ വായിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഉപമയിൽ സംഭവിച്ച പോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ആ ഉപമയിൽ സംഭവിച്ചത്? 3-ാമത്തെ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചത്? അവൻ ആ വിളിച്ചവന്റെ ഈ സ്വഭാവം യഥാർത്ഥമായിട്ട് മനസ്സിലാക്കിയില്ല. വിളിച്ചവന്റെ സ്വഭാവത്തെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുവാൻ അവൻ പരാജയപ്പെട്ടു.
എന്താണ് നാം അവിടെ കാണുന്നത്? 21-ാമത്തെ വാക്യം, ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ ആ മൂന്നാമത്തെ വ്യക്തി പറയുന്ന കാര്യം ഒന്ന് വായിക്കാം. ഈ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ ആളുകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു. അതെ, അപ്പോൾ അവൻ ചിന്തിക്കുന്നത് ആ ദ്രവ്യം കൊടുത്തിട്ട് പോയ വ്യക്തി ഒരു കഠിന മനുഷ്യനാണ് എന്നുള്ള ഒരു തെറ്റായ ചിന്ത. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മെ വിളിച്ചവൻ ആരാണോ അവന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അത് ശരിയായിട്ട് തന്നെ നാം മനസ്സിലാക്കണം. ഒരുപക്ഷെ തെറ്റായിട്ട് നാം ചിന്തിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ വ്യക്തി ചിന്തിച്ചതുപോലെ ഒരു കഠിന മനുഷ്യനാണ് എനിക്കിത് തന്നിട്ട് പോയത്, അവൻ ഒരുപക്ഷെ ഞാൻ വെക്കാത്തത് എടുക്കുക അല്ലെങ്കിൽ വിതയ്ക്കാത്തത് കൊയ്യുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു കഠിന മനുഷ്യൻ, അത്ര ഒരു കഠിന മനുഷ്യനാണ് എന്ന് തെറ്റായ ചിന്തയുണ്ടെങ്കിൽ ഈ മൂന്നാമത്തെ മനുഷ്യനെ പോലെ ആയിത്തീരുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ആ നിലയിൽ ആയിത്തീരാതെ നമ്മെ വിളിച്ചവൻ ആരാണോ അവൻ്റെ സ്വഭാവം അത് യഥാർത്ഥമായിട്ട് ഉള്ള അവസ്ഥയിൽ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇടയായിത്തീരണം. അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ ചിന്തിച്ചത്, വിളിച്ചവൻ ആരാണോ അവൻ്റെ സ്വഭാവം നാം വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിൽ പൂർണ്ണ ബോധ്യം ഉള്ളവരായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ആരെയാണ് വിളിച്ചത് എന്നുള്ളതാണ്. ഇവിടെ നാം നേരത്തെ ചിന്തിച്ചതുപോലെ ഒരു കുതിരയെ ഒന്നും അല്ല വിളിച്ചത്, ഒരു വലിയ കാളയെ ഒന്നും അല്ല വിളിച്ചത്, ഒരു കഴുതയാണ് അവിടെ കർത്താവ് വിളിക്കുവാനായിട്ട് ഇടയായത്. നാം പലപ്പോഴും ഇവിടങ്ങളിൽ അങ്ങനെ കഴുത അങ്ങനെ അധികം കാണാറില്ല. എന്നാൽ ബോംബെയിൽ ഞാൻ ആയിരുന്നപ്പോൾ പലപ്പോഴും ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ കഴുത നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ കഴുത നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു അലസത, എന്തിനോ വേണ്ടി അങ്ങ് നിൽക്കുന്നു എന്നുള്ളൊരു ചിത്രം. അല്ലെങ്കിൽ പലപ്പോഴും നാം ഒരു പ്രയോഗം തന്നെ, എടാ കഴുതേ എന്ന് നാം, എടാ കുതിര എന്ന് പറഞ്ഞ് ഒരു അലസനെ നാം വിളിക്കാറില്ല, എടാ കഴുത എന്ന് പറഞ്ഞാണ് നാം പലപ്പോഴും പലരെയും വിളിക്കാറുള്ളത്. അപ്പോൾ കഴുത എന്നുള്ളത് ഒരു അലസതയുടെ ഒരു ചിത്രമായിട്ടോ ഒരു മടിയന്റെ ഒരു ചിത്രമായിട്ടോ അല്ലെങ്കിൽ പലപ്പോഴും അത്ര ബുദ്ധിയില്ലാത്ത ഒരു, ബുദ്ധിയുള്ളതായിരിക്കാം എന്നാൽ ബുദ്ധിയില്ലാത്ത ഒരു മൃഗത്തിന്റെ ഒരു ചിത്രമായിട്ടോ എന്നൊക്കെ നമുക്ക് പലപ്പോഴും നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരുന്നത്. മാത്രമല്ല ഈ കഴുതയ്ക്ക്, ഇവിടെ കർത്താവ് പറയുന്ന കഴുതയ്ക്ക് രണ്ട് പ്രത്യേകതകൾ കൂടെയുണ്ട്. ഒന്നാമതായിട്ട് അത് ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതയാണ്. ഇതുവരെ ആരെയും ഭാരം ചുമന്ന് കൊണ്ടുപോയിട്ടില്ലാത്ത ഒരു ഫ്രഷ് കഴുത, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം എക്സ്പീരിയൻസ് ഇല്ലാത്ത കഴുത. ഒരു വ്യക്തിയെ എങ്ങനെയാണ് ചുമന്ന് കൊണ്ടുപോകേണ്ടതെന്ന് വ്യക്തമായിട്ട് അറിയാത്ത, ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു കഴുതയാണ് കർത്താവ് വിളിക്കുന്നത്. മാത്രമല്ല ആ കഴുതയെ അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കഴുത, ഒരു കെട്ടപ്പെട്ട കഴുത, ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ അലസനായി നിൽക്കുന്ന ഒരു കഴുതയാണ് ഇവിടെ കർത്താവ് വിളിക്കുവാനായിട്ട് ഇടയായിട്ട്. നമ്മുടെ വിളിയോടുള്ള ബന്ധത്തിലും നമുക്ക് ഇത് തന്നെ ചിന്തിക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് ഒരു പക്ഷേ ഈ ലോകത്തിലെ ഏറ്റവും സമ്പന്നരെയോ ഏറ്റവും ബലമുള്ളവരെയോ അല്ലെങ്കിൽ ബുദ്ധിമാന്മാരെയോ, ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് സിവിൽ സർവീസിൻ്റെ ഒക്കെ വന്നത്, അപ്പോൾ അതിലേക്കൊക്കെ വിളിക്കുന്നത് ഏറ്റവും ബുദ്ധിമാന്മാരെയും ഏറ്റവും ആ നിലയിൽ പ്രഗത്ഭരായിട്ടുള്ളവരെയാണ്. എന്നാൽ കർത്താവിൻ്റെ വിളി അങ്ങനെയല്ല. കർത്താവ് കഴുതകളായിരുന്നവരെ, എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ, ഒരുപക്ഷെ ലോകം നോക്കുമ്പോൾ അലസരെന്ന് ചിന്തിക്കുന്നവരെ, വേണ്ടാത്തവരെയാണ് കർത്താവ് വിളിക്കുന്നത്. നമുക്ക് ആ വേദഭാഗം അറിയാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, ആ വാക്യങ്ങളൊന്ന് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് ആരെയാണ് വിളിച്ചത്, എന്തുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത് എന്നും അവിടെ പറയുന്നത്. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുകയും ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ രക്ഷിക്കുവാൻ ദൈവം ലോകത്തിൽ പോഷകമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ രക്ഷിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധി ഒരു ഗണവും പ്രശംസിക്കാതിരിക്കേണ്ടത്. അതെ, 29-ാം വാക്യത്തിൽ പറയുന്നു. എന്തുകൊണ്ടാണ് ആ നിലയിൽ ഒരു തെരഞ്ഞെടുപ്പ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിലാണ്. പ്രിയമക്കളെ, നമ്മുടെ തെരഞ്ഞെടുപ്പ് ഏത് നിലയിലായിരുന്നു? നാം വെറും കഴുതകളെ പോലെ, ആ ഗളമൊടിച്ച് കളയേണ്ട കഴുതകളെ പോലെ, യാതൊരു ഗുണവും ഇല്ലാത്തവർ എന്ന് ലോകം ചിന്തിക്കുന്നവരായിരുന്നുവെങ്കിലും, എന്നാൽ ദൈവം ലോകാഭിപ്രായ പ്രകാരം നോക്കിയില്ല. മറിച്ച് ദൈവം തന്റെ നിർണയപ്രകാരം അവൻ ബലമില്ലാത്തതിനെ ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ തക്കവണ്ണം തെരഞ്ഞെടുത്തു. എന്തിനാണെന്ന് ചോദിച്ചാൽ, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കരുത്.
നമ്മുടെ എന്തെങ്കിലും മേന്മ കൊണ്ടാണ് അവൻ തെരഞ്ഞെടുത്തത് എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രശംസിക്കാൻ ഇടയില്ലാതെ വണ്ണം ദൈവം ആ നിലയിൽ ഒരു തെരഞ്ഞെടുപ്പാണ് നടത്തിയത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. റോമാലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും ഓർത്ത് അനുദപിക്കുന്നില്ല. അവൻ ഒരു കാരണവശാലും അതിൽ തെറ്റുപറ്റുന്നില്ല. നമ്മെ ഓരോരുത്തരെയും വിളിക്കുമ്പോൾ പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, കർത്താവേ, ഞാനിതിന് യോഗ്യനാണ്. എന്നേക്കാൾ എത്രയോ നല്ലവർ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു, എത്രയോ ദാനശീലന്മാർ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് അവരെ ഒന്നും തിരഞ്ഞെടുക്കാതെ കർത്താവെ, ഈ വീണ്ടും 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 വീണു പോകുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തത് അവന്റെ അളവറ്റ കൃപയാണ്. അവന്റെ നാം രാവിലെ കാലം ചിന്തിച്ചതുപോലെ അത് അവന്റെ സ്വന്തം നിർണയത്തിനും അവന്റെ കൃപയ്ക്കും ഒത്തവണ്ണമാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നാം ചിന്തിച്ചു, നമ്മെ വിളിച്ചവൻ ആരാണ്, അവന്റെ സ്വഭാവം എന്താണ്, അവന്റെ ഗുണം എന്താണ്, അതിനൊത്തവണ്ണം ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് നാം എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്വന്തം ഗുണമല്ല, നമ്മുടെ എന്തെങ്കിലും യോഗ്യത കൊണ്ടല്ല, മറിച്ച് യാതൊന്നും യോഗ്യതയില്ലാതിരുന്ന നമ്മെ ഓരോരുത്തരെയും അവൻ വിളിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇതേ കാര്യം നമുക്ക് ഈ വേദഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവിന് ഒരു കഴുതപ്പുറത്ത് കടന്നു പോകുവാനായിട്ട് യാതൊരു ലജ്ജയും ഇല്ലായിരുന്നു. ആ ഒരു കഴുതയുടെ പുറത്ത് ആ യെരുശലേമിലേക്ക് പോകുവാനായിട്ട് യാതൊരു ലജ്ജയും തോന്നാതാണ് കർത്താവ് കടന്നു പോകുന്നത്. ആ നിലയിൽ നമ്മെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തതിൽ കർത്താവിന് യാതൊരു ലജ്ജയും തോന്നില്ല. അതാണ് നമുക്കുള്ള ധൈര്യവും. നമ്മുടെ ബലഹീനത വ്യക്തമായിട്ട് അറിഞ്ഞു തന്നെയാണ് കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തത്. നമ്മുടെ പോരായ്മകൾ എന്തൊക്കെയാണോ അത് വ്യക്തമായിട്ട് കർത്താവിന് അറിഞ്ഞു തന്നെയാണ് നമ്മെ തെരഞ്ഞെടുത്തത്. അത്ര വലിയ മഹത്വകരമായ ഒരു തെരഞ്ഞെടുപ്പാണ്, ഒരു വിളിയാണ് നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ ഒന്നാമത് നാം ചിന്തിച്ചു നമ്മെ വിളിച്ചവന്റെ പ്രത്യേകത. രണ്ടാമതായിട്ട് ആരെയാണ് വിളിച്ചത് എന്നുള്ള ബോധ്യം നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ച് നമുക്കത് വ്യക്തമായിട്ട് നമുക്ക് അത് ആവശ്യമുണ്ട്. മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കണം. എന്തിനാണ് ഈ കഴുതയെ വിളിച്ചത്? അവിടെ നാം അതിനുള്ള ഉത്തരവും വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇതിനെ അഴിക്കുന്നത് എന്തിന് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ ഒരു കാര്യം പറഞ്ഞാൽ മതി, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. പ്രിയമക്കളെ, എന്തുകൊണ്ടാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചത്? അതിനൊരേ ഒരു കാര്യമേ ഉള്ളൂ, കർത്താവിന് നമ്മെ കൊണ്ട് ആവശ്യമുണ്ട്. വേറെ ആർക്കും ആവശ്യമില്ലെങ്കിലും നമ്മെ കൊണ്ട് കർത്താവിന് ചില കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഒരു ഉദ്ദേശം നിറവേറ്റുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, കൂടുതൽ ചോദ്യം പറച്ചിൽ ഒന്നുമില്ല. എന്തിനാണ് അഴിക്കുന്നതെന്ന് ചോദിക്കുന്നു, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. അപ്പോഴേ അതിനെ പറഞ്ഞു വിടുന്നതായിട്ട് നാം കാണും. പക്ഷേ വീണ്ടും ഒരു വാഗ്വാദമൊക്കെയും വേണമെങ്കിൽ ആ ഉടയന്മാർക്ക് നടത്താമായിരുന്നു. എന്തിനാണ് കർത്താവിന് ഇതിനെ കൊണ്ട് എന്താണ് ആവശ്യം എന്നൊക്കെയും തുടർന്ന് വേണേൽ ചോദിക്കാമായിരുന്നു. എന്നാൽ അങ്ങനെയൊന്നും ചോദിക്കുന്നില്ല. ഒരേ ഒരു കാര്യം, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മെ എന്തിനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നിറവേറ്റുവാനായിട്ടാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു വാക്യം ഒന്ന് വായിക്കാം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. അതെ, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിനേക്ക് ഓടുന്നു. അപ്പോൾ ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളി, അതാണ് ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. എന്തിനാണ് നമ്മെ ഓരോരുത്തരെയും വിളിച്ചത്? ദൈവത്തിന്റെ ഒരു പരമവിളിയുണ്ട്. ആ വിളിയുടെ വിരുദിനായി, അല്ലെങ്കിൽ ആ വിളി ഒന്ന് കംപ്ലീറ്റ് ചെയ്യുവാൻ, ആ വിളി അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു പ്രൈസ് വാങ്ങിക്കുവാനായിട്ടാണ് ആ ലാക്കിലേക്കാണ് ഞാൻ ഓടുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അതിനുവേണ്ടി പിൻപിലുള്ളത് മറന്നുകൊണ്ട് മുൻപിലേക്ക് ഞാൻ ഓടുന്നു. ആ ലാക്ക് എവിടെയാണ്? ആ പരമവിളിയുടെ വിരുദിനായി. ആ വിളി എന്താണോ, എന്നെക്കുറിച്ച് ദൈവം എന്താണോ ആഗ്രഹിച്ചത് അത് നിവർത്തിക്കുക, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള ആ ഒരു വിരുദ് പ്രാപിക്കുവാനായിട്ട് ആ ഒരു ഫോക്കസ്ഡോടുകൂടി ഞാൻ ഓടുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ചാൾസ് ജോൺ സാറിന് എഴുതിയ ഒരു പാട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വരികൾ ഇങ്ങനെയാണ്: മരിക്കുവോളം തൻ്റെ വേല ശരിക്കു ചെയ്തു തീർത്തെങ്കിൽ, മരിക്കുവോളം തൻ്റെ വേല ശരിക്കു ചെയ്തു തീർത്തെങ്കിൽ
അപ്പോൾ നമ്മുടെയൊക്കെ ഈ ജീവിതത്തിൻ്റെ ആഗ്രഹം, നമ്മുടെ ജീവിത നിമിത്തം അവൻ മരിക്കുവോളം അവൻ എന്താണോ നമ്മെക്കുറിച്ച് ഉദ്ദേശിച്ചത്, ആ കഴുതയെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു ഉദ്ദേശം കർത്താവിനുണ്ടായിരുന്നു. അതുപോലെ കഴുതകളാകുന്ന നമ്മെ ഓരോരുത്തരെയും കുറിച്ച് നമ്മെ വിളിക്കുമ്പോൾ കർത്താവിന് വ്യക്തമായിട്ടൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്താണോ അത് നിവർത്തിക്കുവാൻ സാധിച്ചുവെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. 1-2 കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്പെസിഫിക് പർപ്പസ് ഉണ്ട്. അത് മറ്റാൾക്കാരുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുവാനായിട്ടുള്ളതല്ല, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ പർപ്പസ് അല്ല എൻ്റെ പർപ്പസ്. നാം പലപ്പോഴും ചിന്തിക്കും, ആ വ്യക്തിയെ പോലെ എനിക്ക് ആകുവാൻ സാധിക്കുന്നില്ലല്ലോ, ആ വ്യക്തി ഇന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് പോലെ എനിക്ക് ദൈവത്തിന് വേണ്ടി ഏർപ്പെടുവാൻ കഴിയുന്നില്ലല്ലോ എന്ന് നാം പലപ്പോഴും ചിന്തിക്കും. എന്നാൽ അതല്ല നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം. ഓരോരുത്തരെയും കുറിച്ച് വ്യക്തമായിട്ട് സ്പെസിഫിക് ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പർപ്പസ് ദൈവത്തിനുണ്ട്. അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിച്ച് ആ ഒരു ലാക്കിലേക്ക് എനിക്ക് അതൊന്ന് പൂർത്തീകരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ ആയിരിക്കണം നാം ഓരോരുത്തരും ജീവിക്കേണ്ടത്. നാം സഭയുടെ ഒരു ചിത്രം എന്നുള്ളത് ശരീരമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അപ്പോൾ ശരീരത്തിൽ മുഴുവനും കണ്ണല്ല, അല്ലെങ്കിൽ ശരീരത്തിൽ മുഴുവനും ചെവിയല്ല. ശരീരത്തിൽ ഓരോരോ അവയവങ്ങളുള്ളതുപോലെ നാം ഓരോരുത്തർക്കും ദൈവം ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുമ്പോൾ ഓരോരോ സ്പെസിഫിക് ഉദ്ദേശത്തോടു കൂടിയാണ് തിരഞ്ഞെടുക്കുന്നത്. ആ ഉദ്ദേശം എന്താണെന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി, ദൈവമേ എന്നെ അവിടുന്ന് വിളിച്ചു, ആ കഴുതയായിരുന്ന എന്നെ അവിടുന്ന് വിളിച്ചു, എന്തിനു വേണ്ടിയാണ് കർത്താവെ എന്നെ വിളിച്ചത് എന്നുള്ള ആ ഉത്തമ ബോധ്യം നമുക്കുണ്ടാകുവാനും ആ ഒരു ലാക്കിലേക്ക് നോക്കിക്കൊണ്ട് ജീവിക്കുവാനും അതൊന്ന് പൂർത്തീകരിച്ചെങ്കിൽ ആ ഒരു ബിരുദ പ്രാപിക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഒടുവിലായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. കർത്താവ് ആ കഴുതയുടെ പുറത്ത് ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ കഴുതയ്ക്ക് പ്രാധാന്യമുള്ളത്. കർത്താവ് ആ കഴുതയുടെ പുറത്തില്ലെങ്കിൽ ആ കഴുതയ്ക്ക് യാതൊരു പ്രാധാന്യവുമില്ല. ഒരുപക്ഷെ നാം ചിന്തിക്കുക, ഒരു ദിവസം ആ കർത്താവ് ആ കഴുതയുടെ പുറത്തിരുന്ന് അനേകം ആൾക്കാർ വളരെ വളരെ ബഹുമാനിക്കുന്ന ഒരു കഴുതയായിരുന്നു ആ കഴുത. എന്നാൽ അടുത്ത ദിവസം അതേ കഴുത അതേ ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ആരും മൈൻഡ് ചെയ്യണമെന്നില്ല, ആരും ആ കഴുതയെ തിരിച്ചറിയണമെന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, കർത്താവിനെ വഹിക്കുന്നത് കൊണ്ടാണ് ആ കഴുത അത്രമാത്രം മഹത്വമുള്ളതായി. നമ്മുടെ ജീവിതത്തിലും ഹൃദയമക്കളെ, നാം കർത്താവ് നമ്മെ വിളിച്ചത് കൊണ്ടാണ് നാം ഇത്രമാത്രം ഉന്നത പദവിയിലായിരിക്കുന്നത്. എന്നാൽ കർത്താവാണ് നമ്മിലൂടെ മഹത്വപ്പെടുവാനായിട്ട് ഇടയായിത്തീരണം. നമ്മുടെ യാതൊരു മഹത്വവുമല്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന നമ്മുടെ ശുശ്രൂഷ, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അത് പൂർത്തീകരിച്ച് ഈ സ്റ്റേജിൽ നിന്ന് മാറുവാൻ നമ്മുടെ യാതൊന്നും പിന്നീട് ശേഷിപ്പിക്കാതെ ദൈവത്തിന് സകല മഹത്വവും വരുവാനായിട്ട് ഇടയായിത്തീരണം. കർത്താവ് ഇരിക്കുന്നത് മാത്രമാണ് നമ്മുടെ മഹത്വവും നമ്മുടെ അനുഗ്രഹവും. 3 കാര്യങ്ങളാണ് നാം ചിന്തിച്ചത്. ആരാണ് നമ്മെ വിളിച്ചത്, അവൻ്റെ മഹത്വം വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിനൊത്തവണ്ണം, അതിൻ്റെ സ്വഭാവത്തിനൊത്തവണ്ണം ജീവിക്കുവാൻ നമുക്കിടയാകണം. എങ്ങനെയുള്ള നമ്മയാണ് വിളിച്ചത്? കഴുതകൾക്ക് സമരായിരുന്ന, ലോകത്തിൽ യാതൊന്നും പറയുവാനില്ലായിരുന്ന നമ്മെ ഓരോരുത്തരെയും അവൻ വിളിച്ചു. എന്തിനാണ് അവൻ വിളിച്ചത്? അവനൊരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയാണ്. കർത്താവിൻ്റെ ആവശ്യമുണ്ട്. ആ ഒരു ആവശ്യം നിവർത്തിക്കുവാനായിട്ടാണ് വിളിച്ചത്. ആ ആവശ്യം നിവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു പ്രസക്തിയുമില്ല. കർത്താവിനെ വഹിക്കുന്നതാണ് നമ്മുടെ അനുഗ്രഹം. ആ നിലയിൽ വരും ദിവസങ്ങളിൽ ഈ വിളിക്കൊത്തവണ്ണം ആ ലാക്കിലേക്ക് നോക്കിക്കൊണ്ട് ആ ബിരുദ പ്രാപിക്കുവാനായിട്ട് ആ ലാക്കിലേക്ക് ഓടുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുന്നതാണ്.